ഇ.പി. ജയരാജന്റെ ആത്മകഥ അങ്ങനെ പുറത്തിറങ്ങി. ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും ആ വിവാദം തുടരുന്നു എന്നുള്ളതാണ് സത്യം. CPM സംസ്ഥാന നേതൃത്വത്തെ പോലും വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇ.പി. ജയരാജന്റെ ആത്മകഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വൈദേകം റിസോർട്ട് വിവാദത്തിൽ നേതൃത്വം വ്യക്തത വരുത്തിയില്ല എന്നുള്ളൊരു പരാമർശം അതിലുണ്ട്. അതിപ്പോൾ വലിയ വിവാദമാകുന്നുണ്ട്. പക്ഷേ പാർട്ടി നേതൃത്വം ഈ വിവാദങ്ങളോട് ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വൈദേകം റിസോർട്ട് വിവാദത്തിൽ CPM നേതൃത്വത്തെ വീണ്ടും പ്രതിരോധത്തിൽ നിർത്തുകയാണ് ആത്മകഥയിലൂടെ ഇ.പി. ജയരാജൻ. സംസ്ഥാന കമ്മിറ്റിക്കുള്ളിൽ നടന്ന ചർച്ചയുടെ വിവരം പുസ്തകത്തിലൂടെ ഇ.പി. പുറത്തുവിട്ടു. വിവാദത്തിൽ നേതൃത്വത്തിലെ ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയില്ലെന്നായിരുന്നു മറ്റൊരു പരാമർശം. ബന്ധപ്പെട്ടവർ എന്ന വാക്കിലൂടെ ജയരാജൻ ലക്ഷ്യമിടുന്നത് MV ഗോവിന്ദൻ എന്ന് വ്യക്തം. പുസ്തകം വായിക്കാത്തവരാണ് വിവാദമുണ്ടാക്കുന്നതെന്നായിരുന്നു ഇ.പി.യുടെ പ്രതികരണം. ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ തന്റെ മകനെ നിരന്തരം ഫോണിൽ വിളിച്ചെന്നും BJP സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഇ.പി.യുടെ ആത്മകഥയിൽ പരാമർശമുണ്ട്. എന്നാൽ BJPയിൽ ചേരാൻ ജയരാജൻ ആഗ്രഹിച്ചിരുന്നതായി AP അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു. ഇ.പി. ജയരാജൻ CPM വിട്ട് BJP ചേരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല. എല്ലാവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്തു. ജയരാജൻ വേണ്ട എന്നാണ് പൊതുവുള്ള വികാരം. പാർട്ടിയെ വീണ്ടും ഇ.പി. പ്രതിരോധത്തിൽ നിർത്തുമ്പോൾ CPM നേതൃത്വം മൗനം തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.